അവിയലുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ അവിയലിന് വേണ്ടി എടുത്തേക്കുന്ന ക്യാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക് 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് വേവിക്കാം. ഇതിൽ നമ്മൾ കൂർക്കയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതേക്ക് ഞാൻ കൂർക്ക ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കൂർക്ക മേടിച്ചിട്ട് നമ്മളിതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ബീൻസും ക്യാരറ്റും സവാളയും വെന്ത് കഴിയുമ്പോൾ നമ്മൾ കായയും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കായ ഞാൻ വേവിച്ചതാണ്. അതിൻ്റെ മിക്സാക്കി ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. നമുക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മുരിങ്ങക്കായ വേവിച്ച വെള്ളം ഒഴിച്ചേക്കാം. എല്ലാവരും കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അവിയലിന് വേണ്ടി അരക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒരു വലിയ മുറി തേങ്ങ, 4 പച്ചമുളക്, 6 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 കപ്പ് തൈര്. ഇത്രയാണ് കേട്ടോ ഒന്ന് ഒതുക്കിയെടുക്കുന്നത് ഞാൻ. നമുക്ക് അവിയലിൻ്റെ അരപ്പൊഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം വേണം കേട്ടോ. തേങ്ങയിൽ മഞ്ഞപ്പൊടി അരക്കണ്ട, നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടാണല്ലോ എല്ലാം വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ കൂർക്കയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അവിയലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് അവിയലിന്. അപ്പോൾ വെള്ളം നമ്മൾ പാകമായി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും വെള്ളം വേണം അവിയലിന് കേട്ടോ. ഈ അവിയലിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കാത്ത വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് വേപ്പില കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ടങ്ങോട്ട് കൊടുത്തേക്കാം. നല്ല മണമായിരിക്കും കേട്ടോ. ഈ വേപ്പില ഇനി ആവിയിലിരിക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പം തന്നെ വേപ്പിലയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണം വന്നു തുടങ്ങി കേട്ടോ അവിയലിന്. എല്ലാ പച്ചക്കറിയൊന്നും വേണ്ടാന്നേ അവിയൽ വെക്കാനായിട്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയും കൊണ്ട് നമ്മളൊരു അവിയൽ അങ്ങോട്ട് വെക്കാം കേട്ടോ. നമ്മുടെ അവിയൽ ഇപ്പോൾ റെഡിയായി. ഒരുപാട് വെജിറ്റബിളിൻ്റെ കറികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് നോക്കാം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കാം.